ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഷീൻസ് ക്രിസി ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കൻ കട്ട്ലറ്റാണ്. ചിക്കനെ കറി വയ്ക്കാൻ എടുത്തപ്പോൾ അതിൻ്റെ ഒരു 4-5-6 പീസ് എടുത്തിട്ട് ഒന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കണം തോന്നി. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ, ഒരു ചെറിയ പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോണില്ലാതെ അത് മാത്രം ഫ്രഷ് മാത്രമായിട്ട് എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു എരിവിന് വേണ്ടിയിട്ട്. മുളക് പൊടി നിർബന്ധമില്ല, ഞാനിവിടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അടുത്ത മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ പാനിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഈ പാത്രം കഴിയും നമ്മളതിൻ്റെ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് വേവിച്ച് നന്നായിട്ട് ഉടച്ച് നമ്മൾ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ പിച്ചെടുത്താലും മതിയാവും. ഞാനിവിടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. നമുക്കപ്പോൾ ഡ്രൈ ആയിട്ട് വെള്ളമെല്ലാം അതിൻ്റെ പീസസിലേക്കൊക്കെ പിടിച്ച് ഒക്കെ കിട്ടിക്കോളും. ഞാനിവിടെ പാത്രം ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് എല്ലായിടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെയും ഒന്ന് അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നോളും. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ മതിയാവുമേ. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇത് കണ്ടൊന്ന് നോക്കൂ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് ചിക്കനൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു മാഷർ വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് എടുക്കുകയാണ്. ഇല്ലെങ്കിൽ ചോപ്പറാണെങ്കിൽ ചോപ്പർ യൂസ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും ഇത് പിച്ച് എടുത്തിട്ടാൽ മതിയാവും. നന്നായിട്ടൊന്ന് ആക്കിയെടുക്കുക. ഇതുപോലെ എല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 പൊട്ടറ്റോ വേവിച്ച് വെച്ചിരുന്നു. നല്ല മഞ്ഞ കളറാണ് ഈ പൊട്ടറ്റോയ്ക്ക്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ തന്നെ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് എണ്ണ ഒഴിച്ചിട്ട് കൊടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ബാക്കിയുള്ളതും കൂടെ നമുക്കിട്ട് കൊടുത്തൊന്ന് എല്ലാം കൂടെ ഒന്ന് കുഴച്ച് എടുക്കണം. ഇപ്പോൾ സവാളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ എടുത്ത് ഒന്ന് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർക്കണം നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇന്ന് തന്നെ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, വെച്ചേക്കാനൊന്നുമല്ല. അപ്പോൾ മല്ലിപ്പൊടി ഇടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ എല്ലാം കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ചിക്കനും കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഞാനിനി ഇച്ചിരി നാരങ്ങാനീരും കൂടെ ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അടുത്തൊരു നാരങ്ങാനീരും കൂടെ. നാരങ്ങാനീര് നിർബന്ധമില്ല, ഞാൻ ചിക്കൻ്റെ ഇതായതും കൊണ്ട് മാത്രം നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ കുഴച്ച് നമ്മൾ എല്ലാം മാറ്റി സെറ്റായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ട 2 ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. മുട്ട 2 ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ചെടുത്താലും മതിയാവും. ഇപ്പോൾ പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചൊന്ന് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും കുറച്ചെടുത്ത് ഉരുളകളാക്കി മാറ്റി വയ്ക്കുക. ഞാനിവിടെ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്, ഒരുപാട് കനത്തിലല്ല. അതുകൊണ്ടാണ് ഇത്ര ഉരുളകൾ കിട്ടിയത്. ഒരുപാട് കനത്തിലാണെങ്കിൽ ഇത്ര ഉരുളകൾ കിട്ടത്തില്ല കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ കേക്കിൻ്റെ ഒരു മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു സിലിക്കോണിൻ്റെ ഒരു ഇതുണ്ടായിരുന്നേ, ഒരു മോൾഡ്. അപ്പോൾ ഇതിലേക്ക് വെച്ചിട്ടാണ് ഞാൻ ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹാർട്ടിൻ്റെ ഷേപ്പ് തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. വട്ടത്തിലാണെങ്കിൽ കയ്യിൽ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ ഹാർട്ടിൻ്റെ കട്ടറുണ്ടെങ്കിൽ കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുത്താലും മതിയാവുമേ. ഇങ്ങനെ ഓരോന്നായിട്ട് ആ ഒരു ഷേപ്പ് എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുട്ടയിലേക്ക് അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് കൂടെ ഒന്ന് മുക്കിയിട്ട് കവർ ചെയ്തെടുക്കുക. ഓരോന്നായിട്ട് എല്ലാം ഒന്ന് നമ്മൾ കവർ ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഒരുപാട് എണ്ണ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് 1-2 ആയിട്ടൊക്കെ ഞാനിവിടെ എടുക്കുന്നത്.
ഒരുപാട് എണ്ണ ഒക്കെ എടുക്കുവാണെങ്കിൽ വലിയ പാനിൽ നമ്മൾ 5 6 പിന്നെ ഇതായിട്ട് കട്ട്ലറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതിയാവുമേ. അപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലറ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു കട്ട്ലറ്റ്. എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.